ആ ചായക്ക് പറഞ്ഞിട്ട് എത്ര നേരായിയുടെ ചെങ്ങായി ചായ കൊണ്ട് എത്ര നേരെ ചായക്ക് പറഞ്ഞിട്ട് നിങ്ങൾ ഈ 5-6 ആക്കാനോ മധുരമില്ലാത്ത ചായക്ക് എടുത്തോളൂ. ആ ഓരോ നേരെ ചായക്ക് പറഞ്ഞിട്ട് ഇന്നിപ്പോ നിങ്ങളിപ്പം ഇങ്ങനെ ഇരിക്കേണ്ട ഒരാളല്ല ഞാൻ. എന്നാ പിന്നെ ആ ചായ അവിടെ വെച്ചിട്ട് നീച്ച് പോയിക്കൂടെ? ഇങ്ങനെ പിന്നെ ചെറിയ നോക്കിയിരിക്കുക. എന്താ നീഫ എന്റെ പ്രശ്നം? പൊന്നാര സുന്നാക്ക ഇതെന്താ ഞങ്ങള് ഒരു ദിവസത്തെ കൂലിയത് അതിൻ്റെടാ ഇന്നെങ്കിലും രക്ഷപ്പെടുമെന്ന് വിചാരിച്ചാണ് ഞാൻ. ആയി പോയില്ലേ? ഈ മാത്രല്ല അനീഫ, അന്നെപ്പോലെ കൊറേ ആൾക്കാര് ഇതേമാതിരി കിളി പോയി കുത്തിരിക്കുകയാണെന്ന്. കുഞ്ഞാക്ക, നിങ്ങളാ പറഞ്ഞ കിളി പോയ കൂട്ടത്തിലുണ്ടല്ലോ, ഞാൻ പെടൂല. ഞാൻ ഈ ചൂതാട്ടത്തിനെതിരാണ്, ഈ ലോട്ടറി എടുക്കുന്നതിനെതിരാണ്. ഈ അധ്വാനിക്കാതെ സമ്പാദിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും നല്ല കാര്യമല്ല അത്. ആരപ്പ പറയണേ കുഞ്ഞാക്ക? ഇതൊന്നും നോക്കണേ, 1-2 4 ടിക്കറ്റ് എടുത്ത് അനക്ക് 500 ആയിരിക്കണോന്ന് 2000 റുപ്യ. നിങ്ങൾക്ക് വല്ല വിവരം അറിയോ? 5000 റുപ്യാണ് ഇന്റെ പോയത്. അതിന് ഞാൻ ആരോടാ പറ? അല്ല സൗഖ്യത്തെ ഈ വെമ്പറൊന്നും ലോട്ടറി എടുക്കലൊന്നുമില്ല, എനിക്ക് ഈ ചായക്കടി നിൽക്കണ മതി. അല്ല മനോ, സുന്ന പറഞ്ഞ മാതിരി അനക്കെത്ര ഇപ്പൊ പോയത്? കാക്കു 5 പൈസയും പോയിട്ടില്ല. ഞാൻ ലോട്ടറി തന്നെ എടുക്കില്ല. ഇവിടെ ചിലവുണ്ട്, ഒന്ന് പറയാനോ പ്രവർത്തി വേറെയും. മാനുവിനെ കിട്ടൂല. നിങ്ങൾ കല്യാണത്തിന് പോകണമെന്നില്ല, നിങ്ങൾ വേറെ പേക്കോളിയും പെടുന്നത്. അല്ലെ ഇബല ഇതും പറഞ്ഞാണ്ട് കേട്ടാ നടക്കൂല. എന്നാ മനോ, നിങ്ങൾ കണക്കും കൂട്ടി അവിടെ ഇരുന്നോളി, ഞാൻ വാട്ടിന് പോവാണ്. എന്നാലും ഇപ്പൊ എന്റെ 500 പോയൊരു പോക്കെ. എത്ര ബിരിയാണി എന്നായിരുന്നു? ഈ ലോട്ടറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് മനസ്സിലായി എനിക്ക്? ടിക്കറ്റ് എടുക്കണോലൊക്കെ ലോട്ടറി അടിക്കുള്ളൂ. അതന്നെ കുഞ്ഞാനെ ഞാൻ ഈ പറയണേ. 5000 റുപ്യ മുടക്കി എനിക്ക് 1 ഉറുപ്യ പോലും അടിച്ചിട്ടില്ല. ഒരു സമാധാനമില്ല. നീ ഈ 5000 ഞാൻ എവിടുന്ന് ഉണ്ടാക്കാനാ? അല്ല സുന്ന, ഇപ്പൊ അണക്കടിച്ചിട്ടില്ല. എന്റെ അയൽക്കാർക്കോ സ്വന്തക്കാർക്കോ ബന്ധുക്കാർക്കോ ആർക്കെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അണക്ക് സമാധാനം ഉണ്ടാവുക. ഓട്ടെ, അനീഫൊക്കെ അടിച്ചാൽ അണക്ക് വല്ല സമാധാനം കിട്ടുമോ? അല്ല ഈ റഹ്മ 4 ടിക്കറ്റ് എടുത്താൽ ഓനടിച്ചാല് ഇവിടെ ആർക്കെങ്കിലും സമാധാനം ഉണ്ടാകുമോ? എല്ലാ സമാധാനവും നഷ്ടപ്പെടൂലേ? ഇപ്പൊ എറണാകുളത്ത്, നമ്മളെ ജില്ലയിലല്ല, നമ്മളെ താലൂക്കിലല്ല, കുറേ ദൂരത്ത് എറണാകുളത്തല്ല അടിച്ചത്. ആ ഒരു സമാധാനത്തിൽ കുത്തിരുന്നോളെ അവിടെ.